നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ഒരു പ്രത്യേക ഒരു എപ്പിസോഡാണ്. അതായത് സിത്താരെ ജമീൻ പർ എന്ന നമ്മുടെ ഒരു ചാനലിൻ്റെ ഒരു പ്രത്യേകം എപ്പിസോഡ് നമ്മൾ തുടങ്ങുകയാണ്. പ്രവാസികളായ അല്ലെങ്കിൽ മറുനാടൻ മലയാളികൾക്കിടയിൽ നമ്മളെപ്പോലൊപ്പം നമ്മുടെ കൂടെ ജീവിക്കുകയും എന്നാൽ നമ്മളെക്കാൾ എത്രയോ സവിശേഷമായ കഴിവുകളും പ്രത്യേകതകളും എല്ലാമുള്ള കഴിവുറ്റ ആളുകളെ അല്ലെങ്കിൽ നമ്മുടെ ആരാധ്യരായ ആളുകളെ ഒക്കെ നമ്മളെ പരിചയപ്പെടുത്തുക എന്നല്ല അവരെ നമ്മളെ ആരാധനയോട് കൂടിയിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ നോക്കിക്കാണാനും അത് ബാക്കിയുള്ള നമ്മുടെ തലമുറകൾക്ക് എത്തരത്തിൽ പ്രചോദനപ്പെടും, പ്രേരണയാകാം, ഇതൊക്കെ നമ്മൾ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ വളരെ പ്രശസ്തനായിട്ടുള്ള ശ്രീമാൻ MKG പിള്ള സാറാണ്. NSSൻ്റെ ഡൽഹി യൂണിറ്റ് പ്രസിഡൻ്റാണ് അദ്ദേഹത്തിനെയാണ് നമ്മളിന്ന് ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നത്. സാർ നമസ്കാരം. സാർ നമസ്കാരം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാൽ തന്നെയും MKG പിള്ള സാറിനെ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. അതോടുകൂടെ നമുക്ക് നമ്മളെ മറുനാടൻ മലയാളികൾക്കുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് ആണ് ഈ പരിപാടി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബാന്തരീക്ഷം, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ രീതികൾ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സാർ, നമുക്ക് MKG പിള്ള സാർ, അപ്പോൾ സാറിൻ്റെ നാട്, കുടുംബാംഗങ്ങൾ, ഇതൊക്കെ ബാല്യകാലങ്ങൾ, ഇതൊക്കെയാണ് സാർ നമുക്ക് ആദ്യം അറിയേണ്ടത്. എൻ്റെ MKG പിള്ള എന്നുള്ളത് പേര് ഒരു ലോപിച്ച് പരിഷ്കരിച്ചുള്ള പേരാണ്. MK ഗോപാലകൃഷ്ണ പിള്ള എന്നാണ് മുഴുവൻ പേരും. ഞാൻ ജനിച്ചത് കേരളത്തിൽ തിരുവല്ലയിൽ ഉള്ള ഒരു ഗ്രാമത്തിലാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സഹോദരിയും സഹോദരരുമൊക്കെ തിരുവനന്തപുരത്ത് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ തിരുവനന്തപുരത്തേക്ക് ഒരു പറിച്ചു നടൽ നടന്നു. തിരുവല്ലയിൽ നിന്ന് തിരുവനന്തപുരം? തിരുവല്ലയിൽ നിന്ന് തിരുവനന്തപുരം. സിസ്റ്ററിൻ്റെയും ബ്രദറും ഒക്കെ അവിടെ ഉള്ളതുകൊണ്ട് സ്വന്തം വീട് പോലെ ഉള്ള ഒരു സ്ഥലം. അവിടെ ആയിരുന്നു പിന്നീട് തുടർച്ചയായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ. പ്രൈമറി സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിദ്യാഭ്യാസം. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് എന്തൊക്കെയോ ജീവിതത്തിൽ ചില ആശയങ്ങളും ചില ഉദ്ദേശവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നടക്കണമെന്നില്ല, ചുമ്മാ ഇങ്ങനെ സ്വപ്നം കാണുക. പക്ഷേ ഉദ്ദേശിച്ചതിൽ, സ്വപ്നം കണ്ടതിൽ ചില കാര്യങ്ങളൊക്കെ നടപ്പാകുകയും ചെയ്തു. അത് ഈശ്വരൻ്റെ കാര്യം, അതല്ലാതെ വേറൊന്നും പറയാനില്ല. എൻ്റെ സാമർഥ്യമൊന്നും പറയാനില്ല. എൻ്റെ അമ്മ തന്നെ ഒരു വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീ ആണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ വളരെയധികം താല്പര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ അതുകൊണ്ട് കിട്ടിയ ഒരു ഗുണമാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ ട്രിവാൻഡ്രത്തെ ജീവിതം വിദ്യാഭ്യാസത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കുകയും അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കൊമേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല പോലെ പഠിക്കുകയും നല്ല മാർക്കും നല്ല ഡിസ്റ്റിങ്ഷനും ഒക്കെ ഉള്ള ആളുകളെ ആ കാലത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിദേശത്ത്, കേരളത്തിന് വെളിയിലുള്ളിടത്തൊക്കെ ട്രെയിനിങ്ങിന് ഇവിടെ ഇന്റേൺ എന്ന് പറയില്ലേ, അതേപോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുമായിരുന്നു അന്നത്തെ കാലത്ത്. ആ പഠിച്ചിരുന്ന കോഴ്സ് 1938 സാറിൻ്റെ ജനനമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കൽക്കട്ടയിൽ വന്നു. 1900 അത് വന്നത് 1961. അത് അപ്പോൾ അതിനിടയ്ക്ക് വിദ്യാഭ്യാസവും ആ കൂട്ടത്തിൽ തന്നെ അന്ന് അവിടെ എന്തൊക്കെയോ തൊഴിലുകളൊക്കെ ശ്രമിച്ചു. കുറച്ചു കാലം ഞാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്തതിന് ശേഷമാണ് ഉപരിപഠനത്തിന് വേണ്ടി കൽക്കട്ടയിലേക്ക് മാറിയത്. അന്നത്തെ കൽക്കട്ട ഇന്നത്തെ കൽക്കട്ടയുമായിട്ട് വളരെ വിഭിന്നമായിരുന്നു. വേറൊന്നുമല്ല, പഠിത്തത്തിന്, വിദ്യാഭ്യാസത്തിന് ഉള്ള ധാരാളം അവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ കാലത്ത്. പിന്നെ പൊതുവെ ബംഗാളികൾ സംസ്കാര സമ്പന്നരാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അവരും കൂടുതലായിട്ട് അത് അവരെപ്പറ്റി തന്നെ പറഞ്ഞ് സന്തോഷിക്കുന്നവരുമാണ്. അതെ. അപ്പം നമ്മുടെയൊക്കെ ആയിട്ടുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഒരുപാട് സാദൃശ്യമുണ്ട്.
സാമ്യതകളുണ്ട്, സിമിലാരിറ്റീസ് ഉണ്ട്. നമ്മൾ ഒരുപാട് സാമ്യതകൾ, സിമിലാരിറ്റീസ് ഉണ്ട്. സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ കൾച്ചർ, മലയാളികളും ബംഗാളികളും. അതെ, കൾച്ചറലായിട്ടും ഭക്ഷണമാണെങ്കിലും ആളുകളുടെ സാംസ്കാരികമായിട്ടുള്ള സമീപനവും ഒക്കെ ഒരേ ഒരിതാണ്. പക്ഷേ അവർ ധരിച്ചിരിക്കുന്നത് കുറേ ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് കറക്റ്റ് ഓൾസോ. അവരെ കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം സാംസ്കാരികമായിട്ടുള്ള മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അവരുടെ ഭാഷ പ്രത്യേകിച്ച് ഒരു ചരിത്രം അവർക്ക് ഉണ്ട് താനും, ഉണ്ട് താനും. രവീന്ദ്രനാഥ് ടാഗോറും പിന്നെ അവരുടെ ബംഗാളി ഭാഷയും എല്ലാം അതിൽ കവിഞ്ഞ് വേറൊന്നും ഇല്ലെന്നുള്ളതാണ് അവരുടെ. അത് ഓൾസോ അക്സെപ്റ്റ്. പക്ഷെ അവിടെ അവർ കുറേ കൂടെ ഇമോഷണലായിട്ടുള്ളവരാണ്. ബേസിക്കലി നല്ലവരാണ്, കുറേ ഇമോഷണലായിട്ടുള്ളവരാണ്. ഇമോഷൻ വന്നിട്ട് മുതലൊക്കെ പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, പുറകിലൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ദാദാ ടീക്കാച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സോഡാ ബോട്ടിലിൽ വെള്ളം പൊങ്ങിയതുപോലെ തന്നെ തിരിച്ച് താഴോട്ട് അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരാണ്. അതുകൊണ്ട് മലയാളികൾക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സംസ്കാരവുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട്. നമുക്കവിടെ കഴിയാനും പറ്റുമായിരുന്നു. പക്ഷേ കാലക്രമേണ ഈ ബംഗാളിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾ കാരണം അവിടെ അന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മളെയൊക്കെ ആകർഷിച്ചിരുന്നത് വിദ്യാഭ്യാസവും ഇൻഡസ്ട്രിയുമാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും താഴേക്ക് പോയി. കൊമേഴ്സിൻ്റെ ഹയർ സ്റ്റഡീസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ വേറെ ഒരു കമ്പനിയിൽ ജോലിയും ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ആ കമ്പനി ജോലിയൊക്കെ ചെയ്ത് പഠിത്തവും കഴിഞ്ഞതിന് ശേഷം അതൊരു അമേരിക്കൻ കൊളാബറേഷനുള്ള കമ്പനിയാണ്. അങ്ങനെ പടിയായിട്ട് ഉയർന്ന് ആ കമ്പനി തന്നെ ഞാൻ ഒരു മാനേജിങ് ഡയറക്ടർ പദവിയിലെത്തി. ആദ്യം ടോപ്പ് മോസ്റ്റ്. അത് തീരുമാനിക്കുന്നത് ഇന്ത്യയിലെ അതിൻ്റെ നടത്തിപ്പുകാരിൽ കാട്ടി കൂടുതൽ ഇതിന് യോഗ്യനാണോ എന്നുള്ള തീരുമാനിക്കുന്നത് അമേരിക്കക്കാരായിരുന്നു. അവരുടെ പാർട്ടിസിപ്പേഷൻ ഉള്ളത്. അതൊരു 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രിയാണ്. ഞാൻ പഠിച്ചിരുന്നത് കോമേഴ്സും മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അവിടെ ചെയ്തുകൊണ്ടിരുന്നത് വളരെ വിഭിന്നമായിട്ടുള്ള മാനേജ്മെൻറ്റ് ടെക്നിക്ക് ആയിരുന്നു നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം. പക്ഷെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻസ് എന്ന് പറയുന്ന ആ വിഷയത്തിനെ പറ്റി എനിക്ക് യാതൊന്നും അറിയില്ല. അതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മൾ ഏത് കാര്യത്തിലും വളരെ ആത്മാർത്ഥതയോടുകൂടി ശ്രമിക്കുകയാണെങ്കിൽ നടക്കാത്ത ഒന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു പാഠമാണ്. കൊമേഴ്സിലും മാനേജ്മെൻറ്റിലും ഉണ്ടായിരുന്ന ആൾ ഞാൻ പിന്നെ ഈ ഇലക്ട്രോണിക്സിൻ്റെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിൻ്റെ അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് അമേരിക്കക്കാർക്കും എന്നോട് വളരെയധികം താല്പര്യത്തോടു കൂടി പെരുമാറുകയും കൂടെ അത് വളരെയധികം വളർത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഞാൻ അതിനൊപ്പം വളർന്നു. കമ്പനിയോടൊപ്പം പടിപടിയായി വളർന്നു. മാനേജിങ് ഡയറക്ടറായി. പിന്നെ എല്ലാം തീരുമാനിക്കുന്നത് ഞാനായിരുന്നു. അവിടെ പ്രായം കുറവാണെങ്കിലും എൻ്റെ തീരുമാനത്തിൽ അവർക്ക് നല്ല വിശ്വാസമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നിർഭാഗ്യമെന്ന് പറയാം, അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഫാക്ടറികളൊന്നും സുഖമായിട്ട് നടക്കാത്ത ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അന്നത്തെ ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യവസായികൾ അവിടുത്തെ ഫാക്ടറിയോട് അടയ്ക്കാതെ തന്നെ വേറെ സ്ഥലങ്ങളിലേക്കും അവരുടെ നോട്ടം എത്തി. അങ്ങനെ അന്ന് ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഫരീദാബാദ്. ഫരീദാബാദ് എന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ അടുത്തുള്ളൊരു സ്ഥലമാണ്, താങ്കൾക്കറിയാമായിരുന്നു. അപ്പം അവിടെ പോയി അന്ന് സ്ഥലങ്ങളൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം, അവിടെ എന്നെ നിയോഗിച്ച് സ്ഥലം കണ്ടുപിടിക്കാൻ. അങ്ങനെ ഞാൻ പോയി ഒരു 3-4 ഏക്കർ സ്ഥലം അവിടെ സ്വന്തമാക്കി വളരെ തുച്ഛമായ വിലയിൽ. എന്നിട്ട് അവിടെ ഫാക്ടറി സ്ഥാപിച്ചു. കാരണം വേറൊന്നുമല്ല, ബംഗാളിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കേരളത്തിലുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സാദൃശ്യമുണ്ട്. അവിടെയുണ്ട്. അങ്ങനെ അവിടെ ഇൻഡസ്ട്രിക്കൊക്കെ കാട്ടി കൂടുതൽ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മുൻതൂക്കം വന്നപ്പോൾ ഇൻഡസ്ട്രീസ് താഴോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മളിവിടെ വരുന്നത്. അപ്പോൾ ഇനി നമ്മളുള്ളത് MKG പിള്ള സാറിൻ്റെ ബാല്യകാലം കഴിഞ്ഞു. അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു, പ്രധാനപ്പെട്ട കമ്പനികളുടെ ജോലിക്കാരനായി വന്നു. പിന്നീട് പടിപടിയായി ഉയർന്നു. കമ്പനിയോടൊപ്പം തന്നെ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറായി. അങ്ങനെ അമേരിക്കൻ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ ആവാൻ അത്രത്തോളം വളരെ ചെറുപ്പകാലത്താണ് നോക്കണം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയൊരു പോസ്റ്റിലേക്ക് അദ്ദേഹം എത്തപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കഴിവും
അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം കൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ MKG പിള്ള സാറിൻ്റെ എൻ്റർപ്രണർഷിപ്പ് അതിനെപ്പറ്റിയുള്ള ഒരു കാര്യങ്ങളാണ്. അല്ല, ഈ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ എൻ്റർപ്രണർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് കൊണ്ടോ ഈശ്വരകാരുണ്യം കൊണ്ടോ ഒക്കെ അങ്ങനെ ഉയർന്നു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സാമൂഹ്യമായിട്ട് ഒരുപാട് സഹായങ്ങൾ നമ്മുടെ സമുദായത്തിനും നമ്മുടെ മലയാളികൾക്കും കൊടുക്കാൻ കഴിയും എന്നുള്ളത് ഇവിടെ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യം. അതെ 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 തീർച്ചയായും. ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ആ കാലത്ത് ഡൽഹിയിൽ വരുന്നവരിൽ ഏറ്റവും കൂടുതൽ ജോലി അന്വേഷിച്ച് വരുന്നത് സ്ത്രീകളായിരുന്നു. അതെ. ആ സ്ത്രീകൾക്ക് വേറൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവർ മോസ്റ്റ്ലി ഒന്നുകിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് പാസ്സാകാൻ അല്ലെങ്കിൽ നഴ്സിംഗ് പാസ്സാകാൻ. ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കും, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ സഹായിക്കാൻ ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ അവരെ ഈ പ്രലോഭിച്ചിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ളവരുണ്ട്. അതുണ്ടാവും, ധാരാളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എനിക്കറിയാം. ഓരോ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പെൺകുട്ടികളൊക്കെ രാവിലെ, ഞാൻ തന്ന് താമസിച്ചുകൊണ്ടിരുന്ന സബ്ദർജൻ എൻക്ലേവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അമ്പലത്തിനടുത്ത് അയ്യപ്പൻ. അപ്പോൾ അവിടെ രാവിലെ നോക്കിയാൽ എനിക്കൊരു ലൈനിലുള്ള പിള്ളേരെ കാണാം. അവിടെ ജോലി അന്വേഷിച്ച് ആരോ പറഞ്ഞു കൊടുത്താണ്, ഇങ്ങനൊരു MKG പിള്ളയുണ്ട്, ഇവിടെ ഒരു പിള്ളയുണ്ട്, അങ്ങനെ പോയി കണ്ടു നോക്കും, വല്ല തൊഴിലും കിട്ടുകയാണെങ്കിൽ അന്നില്ല, അല്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടുന്നില്ലല്ലോ. പക്ഷേ വന്നിട്ടുള്ള അവിടെ ജോലിക്കാരിലായിട്ട് എടുത്തിട്ടുള്ളതിൽ 90% മലയാളികളായിരുന്നു. ആ 90%-ൽ 70% മലയാളി പെൺകുട്ടികളായിരുന്നു. ഈ ഫരീദാബാദിലുള്ള നമ്മുടെ യൂണിറ്റിൽ അതെ, പെൺകുട്ടികളായിരുന്നു. അവർ നഴ്സിംഗോ അല്ലെങ്കിൽ TTCയോ പാസ്സായിട്ടുള്ളവരുമായിരുന്നു. ഈ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് നമ്മുടെ മലയാളികളെ അവർ വന്നത് തൽക്കാലത്തേക്ക് ജീവിതമാർഗം കിട്ടട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ്, അല്ലാതെ ഒരു പെർമനൻ്റ് ആയിട്ട് അവർ തീരുമാനിച്ച് വന്നതല്ല. അപ്പോൾ നമ്മൾ 100ഓളം അല്ലെങ്കിൽ 100ൽ കവിഞ്ഞ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതം പുലർത്താനും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി വന്നവർക്ക്, ജോലി അന്വേഷിച്ച് വന്നവർക്കൊക്കെ തന്നെ MKG പിള്ള സാറ് ഒരു ജോലി കൊടുക്കാൻ പറ്റിയെന്ന് മാത്രമല്ല ആ കുടുംബങ്ങളെയും അവരെയൊക്കെ സംരക്ഷിക്കാൻ എന്ന തരത്തിലേക്ക് അദ്ദേഹം വളർന്നു വന്നില്ല. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇങ്ങനെ നഴ്സിംഗും ടീച്ചേഴ്സ് ട്രെയിനിങ്ങും പാസ്സായിട്ട് വന്നവർക്ക് പിന്നീട് വേറെ ജോലി കിട്ടിയാൽ അവർ പോകില്ല. കാരണം അവിടുത്തെ അന്തരീക്ഷം, വർക്കിംഗ് എൻവയോൺമെൻറ്റ് വളരെ നല്ലതായിരുന്നു. ഈ അമേരിക്കൻ കമ്പനിയുടെ ആയതുകൊണ്ട് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സുരക്ഷയും അവർക്ക് ജോലി ചെയ്യാൻ മിടുക്കരായിട്ടുള്ളവർക്ക് കൂടുതൽ പരിഗണനയും കൊടുക്കുന്ന ഒരു പോളിസിയായിരുന്നു നമ്മുടെ. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യും, തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടും സെക്യൂരിറ്റിയോട് കൂടി. അന്നത്തെ കൺസെപ്റ്റ് 1970-കളാണ് ഇപ്പോൾ അത് പറയുന്നത്. അത് പറയുന്നത് 70-കളാണ്, 65 മുതൽ ഉള്ള കാര്യങ്ങളായിപ്പോൾ. അപ്പോൾ നമ്മളിത് നോക്കണം, ഇന്ന് MNC-കളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമ്മളെ ഡോർ സ്റ്റെപ്പിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യുന്നു. അതുപോലെ അവരെ ജോലി കഴിഞ്ഞ് അവരെ അത് 8 മണിക്കൂർ അല്ലെങ്കിൽ ആ സമയം വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞ് അവരെ വീട്ടിലെത്തിക്കുക എന്നുള്ള സംഭവം 1965-70 കാലഘട്ടങ്ങളിൽ MKG പിള്ള സാർ അദ്ദേഹത്തിൻ്റെ യൂണിറ്റിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നമുക്ക് അഭിമാനകരമാണ്. ഇതിൽ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇവിടെ ഈ ഫാക്ടറി തുടങ്ങിയപ്പോഴും കൽക്കട്ടയിലും എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടാകും. അതുകൊണ്ട് അവിടുന്ന് വന്നിട്ട് സ്ഥിരതാമസമായിട്ട് ഇങ്ങോട്ട് വന്നത് 1973-ലാണ്. അല്ലെങ്കിൽ ഡൽഹിയും കൽക്കട്ടയുമായിട്ട് രണ്ടും വിഭജിച്ചാണ് ചെയ്യുന്നത്. കുറേ കാലം അവിടെ, കുറേ കാലം രണ്ടും ഫാക്ടറികൾ നടക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടികളൊക്കെ ഇന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം വേറൊന്നുമില്ല. അവർക്ക് വന്നിട്ട് അവിടെ നല്ല ജോലി കിട്ടി, അവർക്കും പടിപടിയായിട്ട് ഉയരാനുള്ള അവസരങ്ങൾ കിട്ടി. അവർ തന്നെ ഈ പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ നല്ല അനുരൂപരായിട്ടുള്ള വരാന്മാരെ അല്ലെങ്കിൽ ഈ ആൺപിള്ളേർക്ക് പെൺപിള്ളേരെ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്മേൽ കല്യാണം കഴിക്കുകയും പിന്നെ ഒരു കുടുംബജീവിതത്തിൻ്റെ തുടക്കം ഇട്ടു. അങ്ങനെ ആ കുടുംബജീവിതത്തിൻ്റെ തുടക്കം ഇട്ടിട്ട് കഴിഞ്ഞിട്ട് അവരൊക്കെ അന്ന് സ്ഥലങ്ങൾക്കൊക്കെ വളരെ ലാഭമായിരുന്ന സമയമായതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് ചില ഈ നിക്ഷേപത്തിൽ ചില താല്പര്യമുള്ളവരുണ്ടല്ലോ. ഇപ്പോൾ 2 പേര് ജോലിയുള്ളവരാണെങ്കിൽ ഒരാളുടെ ശമ്പളം അവർ ചിട്ടിക്ക് വയ്ക്കുകയോ അല്ലെങ്കിൽ സേവ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു രീതി പണ്ടേ കേരളത്തിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണ് ഒരാളുടെ ശമ്പളം കൊണ്ട് ജീവിക്കുക, ഒരാളുടെ ശമ്പളം നിക്ഷേപിച്ചിട്ട് അവർ വീടുണ്ടാക്കാനോ എന്തെങ്കിലുമൊക്കെ കുറേ കൂടെ കടമൊക്കെ എടുത്ത് നടത്തുന്ന രീതി ഞാൻ കേരളത്തിലും കണ്ടിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെയായിരുന്നു. അതെ, ഒരു സെക്കൻഡ്. അപ്പം നമുക്ക് MKG പിള്ള സാറെ സംബന്ധിച്ചിടത്തോളം ജോലി കൊടുക്കുക മാത്രമല്ല അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിൽ MKG പിള്ള സാറിൻ്റെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനം അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ഇന്ന് അവരൊക്കെ നല്ല നിലയിൽ അവിടെയാണെങ്കിൽ ജീവിക്കുന്നു. ചിലരൊക്കെ ഫോറിൻ കൺട്രിയിൽ അവരുടെ മക്കളുടെ കൂടെ പോയി, മക്കൾക്കൊക്കെ ജോലിയായി, നല്ല പിള്ളേരൊക്കെ ഈ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ അതുപോലുള്ള വിദഗ്ധമായിട്ടുള്ള പരിശീലനം വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് വെളിയിൽ പോയി കഴിയുമ്പോൾ
അച്ഛനെയും അമ്മയും പ്രായമായുള്ളവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്, പലരും ഉണ്ട്. ചിലർ ഇവിടെ തന്നെ നല്ല വീടൊക്കെ വെച്ചിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ട് വാടക കൊണ്ട് തന്നെ ഒരു രണ്ടാമത്തെ ഇൻകത്തിൻ്റെ സോഴ്സായിട്ട് തന്നെ കഴിയുന്ന പലരുമുണ്ട്. എനിക്ക് വരെ ഒന്നും അറിയത്തില്ല, അന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. ആരെങ്കിലും വരുമ്പോൾ മലയാളിയാണെന്നുള്ളൊരു കൺസിഡറേഷൻ വെച്ച് കൊടുക്കുമായിരുന്നു. പക്ഷേ അവരൊക്കെ വളരെ നന്നായി എന്നുള്ളത് ഇന്നും ഭയങ്കര തൃപ്തി തരുന്നൊരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ ആ കാലഘട്ടങ്ങളിൽ തന്നെ ഞാൻ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടു. ആർക്കേപുരം അയ്യപ്പ ക്ഷേത്രം. അമ്പലവുമായിട്ട് ഞാൻ സ്വതവേ ഒരു ഭക്തനാണ്. അതെ. അപ്പോൾ അവിടുത്തെ പ്രവർത്തകരില്ല. അന്ന് ഡൽഹിയിലെ ആദ്യത്തെ ക്ഷേത്രമെന്ന് പറയുന്ന അയ്യപ്പ ടെമ്പിളാണ്. അതെ, 1980 അല്ല, അത് ഏതാണ്ട് 1975 ആ ക്ഷേത്രം, ആദ്യത്തെ ക്ഷേത്രം. ശരി. പിന്നാണ് നമ്മൾക്ക് ഉത്തരഗുരുവായൂരമ്പല ക്ഷേത്രവും പിന്നെ ഒരുപാട് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളും അയ്യപ്പ ക്ഷേത്രങ്ങളും ഒക്കെ ഇവിടെ വന്ന് ധാരാളമായത്. അന്നത്തെ അത് മാത്രമേ ഉള്ളൂ. ഡൽഹിയിലെ ആദ്യത്തെ ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം. അതെ, അത് കേരള രീതിയിൽ കേരള ചിട്ട അനുസരിച്ച് നടക്കുന്ന ആദ്യത്തെ ക്ഷേത്രവും അതായിരുന്നു. 4 പ്രാവശ്യവും ഈ ശിവേലിയൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ തന്ത്രശാസ്ത്രപരമായിട്ട് നടത്തുന്ന, അതായത് കേരളത്തിൻ്റെ തന്ത്രശാസ്ത്രം കാര്യങ്ങളൊക്കെ അതേപടി ഉൾക്കൊണ്ട് അതേപടി കാര്യങ്ങൾ കേരളത്തിൽ നടത്തുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് അതേപടി നടത്തുന്ന നമ്മുടെ ക്ഷേത്രം, അത് ആർക്കേപുരം അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ആദ്യമായിട്ട് അതിന് അനക്കം വെച്ച് തുടങ്ങിയത് നമ്മുടെ MKG പിള്ള സാർ. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഇവിടെ ഈ മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ വന്നു. അതുപോലെ പ്രവർത്തിച്ചിട്ടുള്ള എനിക്ക് ബഹുമാനിക്കേണ്ട ചില ആളുകളൊക്കെ ഉണ്ട്. അതിലൊന്നും ഒരു മാധവൻ നായർ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആശയവിനിമയം ചെയ്തിട്ടാണ് ക്ഷേത്രത്തിൽ, അദ്ദേഹത്തിന് ഒരു ക്ഷേത്രത്തിൻ്റെ ചുമതലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആശയവിനിമയം ചെയ്യുമ്പോഴത്തേക്ക് എന്നെ ഒരുപാട് ഉപദേശിച്ചിട്ടുള്ള ഒരാളായിരുന്നു നമ്മളെ വിട്ടുപോയ ഓംചേരി. അപ്പം അദ്ദേഹത്തിൻ്റെ ആദർശവും ഞാനുമായിട്ട് ചേർന്നത് പുള്ളി പറയുമായിരുന്നു, ക്ഷേത്രത്തിൽ നമ്മൾ സ്വർണ്ണക്കൊടി വരെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ടും മോക്ഷം കിട്ടുന്നതുമാണ് ഈ മാനവസേവ, മാധവസേവ എന്നുള്ളത്. അത് വാസ്തവത്തിൽ നമ്മൾ ആദ്യം തുടങ്ങിയ ഇവിടെയാണ്. ഇപ്പോഴും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ 2 ഹുണ്ടിയിരിപ്പുണ്ട്. അതിലൊന്ന് മാനവസേവ എന്നുള്ളത്, മറ്റൊന്ന് അന്നദാനമാണ്. ഇത് രണ്ടും ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് എന്നറിയാം. അപ്പോൾ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക, പ്രാർത്ഥനാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന് മാത്രമല്ല, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആയിരങ്ങളുടെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അത് MKG പിള്ള സാറാണ് ചെയ്തിട്ടുള്ളത്, തുടങ്ങിയത്. അത് കഴിയുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നത്, അതിനെക്കാട്ടിലൊക്കെ വളരെ മേന്മയോടുകൂടി ഇപ്പോഴും നടക്കുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു വലിയ കാര്യം, ഈ നമ്മുടെ മലയാളികളൊക്കെ ചെറിയ ജോലിക്കൊക്കെ വന്നവരൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ചുറ്റുപാടുമൊക്കെ കാണുന്നതൊക്കെ അവരുടെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല മറ്റുള്ളവർ ചെയ്യുന്ന പോലെ. ഡൽഹി പ്രത്യേകിച്ച് ഒരു ഷോ മാൻ സിറ്റി ആണല്ലോ, അവരെല്ലാവരും ഇല്ലെങ്കിലും കടം വാങ്ങിച്ചൊക്കെ ചെയ്യുമല്ലോ. അപ്പം ഈ കുട്ടികളുടെ കല്യാണമൊക്കെ നടത്താൻ ഒരു മാർഗ്ഗവും ഇല്ലാത്തവർക്ക് അവിടെ 51 രൂപ മാത്രം കൊടുക്കാൻ സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കല്യാണം അവിടെ നടക്കും. അത് കഴിഞ്ഞിട്ടും അവർക്ക് അവിടെ വെച്ച് എന്തെങ്കിലും എന്താ പറയുന്നത്, ഒരു ആഘോഷമായിട്ട് നടത്തണമെങ്കിൽ അതിന് സൗകര്യമില്ലാത്തത് കൊണ്ട് അന്ന് ഞാനും NK ശേഷൻ എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആ NK ശേഷൻ എന്ന് പറഞ്ഞാൽ 3 പ്രധാനമന്ത്രിമാരുടെ കൂടെ അവരുടെ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു ഏറ്റവും വലിയ മനസ്സുള്ള, ഭയങ്കരമായിട്ട് ഓണസ്റ്റായിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ട് ഏത് കാര്യത്തിലും പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇല്ല, ജീവിച്ചിരിക്കില്ല. അദ്ദേഹം, ഞാൻ പ്രസിഡൻറ്റും അദ്ദേഹം സെക്രട്ടറിയായിരുന്നു. അങ്ങനെയാണ് ശബരി മണ്ഡപം ഉണ്ടാക്കിയത്. ഈ പാവങ്ങൾക്ക് കല്യാണം കഴിക്കുന്നവർക്ക് കുറഞ്ഞ ചിലവിൽ അവിടെ ആഘോഷം നടത്താനും കല്യാണം കഴിക്കുന്നവർക്ക് ആഘോഷം നടത്താനും ക്ഷേത്രത്തിന് ആദ്യം തുടങ്ങി. അങ്ങനെയാണ് അവിടെ നിങ്ങൾ കാണുമല്ലോ അവിടുത്തെ കമ്മ്യൂണിറ്റി ഹാൾ. അപ്പോൾ നമ്മൾ ആർക്കേപുരം ക്ഷേത്രത്തിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഒരു ശബരി മണ്ഡപം, നമ്മുടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ നമുക്ക് കല്യാണം നടത്താൻ, പൊതുപരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കുറഞ്ഞ ചിലവിൽ റെൻറ്റിന് നമുക്കെടുത്ത് നടത്താവുന്ന രീതിയിലുള്ള വലിയ രീതിയിൽ ഒരു 10, 300, 400 ആളുകൾക്ക് ഒരുമിച്ചിരിക്കാനും ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആ പരിപാടിക്ക് ഊർജ്ജസ്വലനായി പ്രവർത്തിച്ചത് നമ്മുടെ MKG പിള്ള സാറാണ്. അത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ള പ്രവർത്തകർ, അവർക്കെല്ലാവർക്കും അതിലെടുത്തു പറയേണ്ട 2-3 പേരുടെ പേരിൽ ഒന്ന് ശേഷൻ, അദ്ദേഹം ഇല്ല. NK ശേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെ സത്യസന്ധനും വളരെ ആത്മാർത്ഥമായിട്ടും ഏത് കാര്യം എടുത്താലും പ്രവർത്തിക്കുന്ന ആളാണ്.
രാഷ്ട്രീയക്കാരുടെ കൂടെ ആണെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഒരു പാടില്ലാത്ത സ്വഭാവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. വളരെ സത്യസന്ധനാണ്. അതുപോലെ ഇവിടെ ഒരു പി വി മേനോനുണ്ട്.